ആൻഡ് ദിസ് ഇസ് ഡേ 4 ഓഫ് അവർ ടർക്കി ട്രിപ്പ്. ഇന്നാണ് നമ്മുടെ മച്ച് അവൈറ്റഡ് ഹോട്ട് എയർ ബലൂൺ റൈഡ്. വെളുപ്പിനെ 4 മണിക്ക് തന്നെ നമ്മുടെ ഹോട്ടലിൽ വന്ന് ഒരു പിക്കപ്പ് ചെയ്തായിരുന്നു. 5 മണിക്കാണ് ടേക്ക് ഓഫ് പറഞ്ഞിരുന്നത്. എന്നാൽ വിൻഡ് സ്പീഡ് കാരണം 1 മണിക്കൂർ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. ഹോട്ട് എയർ ബലൂൺ റൈഡ് ഒരു ലക്കാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും അവർ ആ റൈഡ് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ കപ്പഡോക്കയിൽ മിനിമം ഒരു 3 ദിവസമെങ്കിലും സ്റ്റേ ഉറപ്പുവരുത്തിയിട്ടേ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരുപക്ഷെ ഇന്ന് ക്യാൻസൽ ആയാൽ അവർ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ പോസ്റ്റ്പോൺ ചെയ്തു തരും. ഞങ്ങൾക്കാകെ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു. ഭാഗ്യത്തിന് ക്യാൻസലേഷൻ ഒന്നും സംഭവിച്ചില്ല. ഗെറ്റ് യുവർ ഗൈഡ് വഴി തന്നെയാണ് ഞാൻ ഹോട്ട് എയർ ബലൂണും ബുക്ക് ചെയ്തത്. ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉൾപ്പെടെ 366 പൗണ്ടാണ് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ ഹോട്ട് എയർ ബലൂണിനായത്. അതായത് ഒരാൾക്ക് ഏകദേശം 183 പൗണ്ട്സ്. ടർക്കിയിൽ വരികയാണെങ്കിൽ ഹോട്ട് എയർ ബലൂണൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇത് ചെയ്യാൻ വേണ്ടി മാത്രമൊന്നും നമ്മൾ ഇങ്ങോട്ട് ഇനി വരാൻ പോകുന്നില്ല. വളരെ കാം ആൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ. അതാണ് ഹോട്ട് എയർ ബലൂണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ബുക്ക് ചെയ്യുമ്പോൾ ഗൊരമേ വാലിയിൽ തന്നെ നോക്കി ബുക്ക് ചെയ്യുക. കാരണം ചീപ്പ് ഓപ്ഷൻ നോക്കി വേറെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ പറക്കാൻ വേറെ ബലൂണുകളൊന്നും കാണില്ല. ഏതൊരു ബലൂൺ എമർജൻസി ലാൻഡിംഗ് ചെയ്തതാണെന്ന് തോന്നുന്നു. ടർക്കിയിൽ വന്നതിന് ശേഷം ലോക്കലായിട്ട് ബുക്ക് ചെയ്ത ഏതൊരു ബലൂൺ ആയിരിക്കും അത്. അങ്ങനെ ഒരു 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നമ്മുടെ ബലൂൺ ലാൻഡ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്തെടുത്ത് തന്നെയല്ല ലാൻഡ് ചെയ്തത്. അത് എവിടെ വേണമെങ്കിലും ആവാം. എവിടെയാണെങ്കിലും അവരുടെ ട്രക്ക് അവിടെ കറക്റ്റായിട്ട് എത്തും. റെയിൻബോ ബലൂൺസിന്റെ ബലൂണിലായിരുന്നു നമ്മൾ ഇന്ന് റൈഡ് നടത്തിയത്. കപ്പഡോക്കയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഹോട്ട് എയർ ബലൂൺ ഓർഗനൈസേഴ്സ് ആണ് റെയിൻബോ ബലൂൺസ്. ഇദ്ദേഹമായിരുന്നു നമ്മുടെ പൈലറ്റ്. സേഫ് ലാൻഡിങ്ങിന് ശേഷം ഒരു ഷാമ്പയിൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബക്കറ്റ് ലിസ്റ്റും കംപ്ലീറ്റ് ചെയ്യുന്ന സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. സമയം 9 മണിയാവുന്നേ ഉള്ളായിരുന്നു. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. ഇസ്താംബുളിലെ ഹോട്ടൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവിടെ കിട്ടിയത്. ടാക്സിക്ക് ഊബറിനും കപ്പഡോക്കയിൽ ഇസ്താംബുളിനെക്കാട്ടും റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങളൊരു സ്കൂട്ടർ റെന്റിനെടുത്തു. 24 മണിക്കൂറത്തേക്ക് 34 പൗണ്ടാണ് ഈ സ്കൂട്ടറിന് ഞങ്ങൾക്കായത്. ഗൊരമേലെ സ്ഥലങ്ങളെല്ലാം സ്കൂട്ടറിൽ പോയി കാണാനുള്ള ദൂരത്തിലേ ഉള്ളൂ. അത് റെഡ് ടൂർ, ഗ്രീൻ ടൂർ എന്ന് പറഞ്ഞ് പാക്കേജ് എടുത്ത് പോകാനും പറ്റും. അത് പ്രൈവറ്റ് ടൂറായി പോയി കഴിഞ്ഞാൽ എക്സ്പെൻസീവാണ്. ഗ്രൂപ്പ് ടൂറായി പോയി കഴിഞ്ഞാൽ മിനിമം ഒരു പകലെങ്കിലും നമ്മുടെ പോയി കിട്ടും. അതുകൊണ്ട് എല്ലായിടത്തും കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്കൂട്ടർ റെന്റിനെടുത്തത്. നാട്ടിൽ നിന്ന് പോകുന്നതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഞാനും ആളും സ്കൂട്ടർ ഓടിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ടർക്കിഷ് ഫുഡ് കഴിച്ച് മടുത്തുകൊണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പിടിക്കാന്ന് വെച്ചു. 2 പേർ കൂടെ 34 പൗണ്ടാണ് ഇവിടെ ആയത്. ഈവനിങ് നമ്മളൊരു ATV റൈഡ് ബുക്ക് ചെയ്തിരുന്നു. ഗെറ്റ് യുവർ ഗൈഡ് വഴി തന്നെയാണ് ഞാൻ ഇതും ബുക്ക് ചെയ്തത്. 2 പേർ കൂടെ 52 പൗണ്ടാണ് ഇതിനായത്. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. നല്ല ടഫായിരുന്നു ഇത് ഓടിക്കാൻ. പണ്ട് ദുബായ് പോയപ്പോൾ പൈസ ഇല്ലായിരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിപ്പോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ തിരിച്ച് ഹോട്ടലിൽ ചെന്ന് ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് രാത്രി കറങ്ങാൻ ഇറങ്ങി. ഡിന്നർ കഴിക്കാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത്. കപ്പഡോക്കയിലെ ഞങ്ങളുടെ അവസാനത്തെ രാത്രിയാണെന്ന്. കുറച്ച് സുവനീഴ്സും കീ ചെയിൻസ് ഒക്കെ മേടിക്കാനായിരുന്നു പ്ലാൻ. അതെല്ലാം വാങ്ങിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പഡോക്കയിലെ നൈറ്റ് ലൈഫ് എത്ര കണ്ടാലും മടുക്കില്ല. അത്രയ്ക്ക് പീസ്ഫുൾ ആണ്. അങ്ങനെ ആകെ മൊത്തം 514 പൗണ്ടാണ് നമ്മുടെ 4ാമത്തെ ദിവസത്തെ ചെലവ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.